നമസ്കാരം. ഒരു വീട്ടിൽ എപ്പോഴും ഈശ്വരാധീനം നിലനിർത്തേണ്ടതും വർദ്ധിപ്പിക്കേണ്ടതും അനിവാര്യമാണ്. ഈശ്വരാധീനം ഒരു വീട്ടിൽ നിലനിൽക്കുന്നതിലൂടെ ആ വീടുകളിൽ നെഗറ്റീവ് ഊർജങ്ങൾക്ക് പ്രവേശിക്കുവാനോ കൂടിക്കൊള്ളുവാനോ സാധിക്കില്ല എന്നതാണ് വാസ്തവം. അതിനാൽ ആ വീടുകളിൽ ഐശ്വര്യവും ഉയർച്ചയും മനസമാധാനവും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ ആ വ്യക്തികളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ഈശ്വരാധീനം നിങ്ങളിലേക്ക് കടന്നു വരുമ്പോഴും ഈശ്വരാധീനം വർദ്ധിക്കുമ്പോഴും ചില സൂചനകൾ ഈശ്വരനായി തന്നെ പ്രകൃതിയായി തന്നെ നിങ്ങൾക്ക് നൽകും. അത്തരത്തിലുള്ള ചില സൂചനകളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. നിങ്ങളുടെ വീടുകളിൽ അതിരാവിലെ ഞാൻ ഈ പരാമർശിക്കുന്നതായ ജീവികൾ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സൂചനയാണ്. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലോ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ ഉണർന്ന് ഉടനെ ഈ ജീവികളെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ പോലും അനുകൂലമാണ് കാര്യങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വന്നു ചേരുന്നു, ഈശ്വരാധീനം വർദ്ധിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിൽ ആദ്യത്തെ ജീവിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഉപ്പനാണ്. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാദേവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ഉപ്പനെ അതിരാവിലെ കാണുന്നത് സൗഭാഗ്യം വർദ്ധിക്കുന്നു എന്ന സൂചനയാണ്. നിങ്ങളിലേക്ക് ഈശ്വരാധീനം പ്രവേശിച്ചിരിക്കുന്നു എന്നോ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു എന്നോ അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ, അതിപ്പോൾ അനുഭവിക്കുന്നതായ ചില പ്രയാസങ്ങൾ മറികടക്കുവാനുള്ള മനോബലമോ അനുകൂലമായ സാഹചര്യങ്ങളോ ആകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് അനുകൂലമായി വന്ന് ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നാഗങ്ങളെ അഥവാ പാമ്പിനെ നിങ്ങൾ അതിരാവിലെ തന്നെ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. കിഴക്ക് വടക്ക് പ്രധാന വാതിലിൻ്റെ നേരെയായി നിങ്ങൾ പാമ്പിനെ കാണുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ വന്നു ചേരാൻ പോകുന്ന ഉയർച്ചയെ, പോസിറ്റീവായ ഊർജത്തെ അഥവാ ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പ്രത്യേകിച്ചും വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് എങ്കിൽ ഈശ്വരാധീനം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. മറ്റൊന്ന് പല്ലിയാണ്. പല്ലിയെ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ കാണുകയോ അല്ലെങ്കിൽ ചിലയ്ക്കുകയോ ചെയ്യുന്നു എങ്കിൽ, അല്ലെങ്കിൽ പൂജാമുറിയിൽ കാണുന്നു എങ്കിൽ ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കാം. കാരണം പ്രധാനമായും ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ കാര്യങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്ന കാര്യമാണ് ആദ്യമേ നാം അറിയേണ്ടത്. അതിനാൽ തീർച്ചയായും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി നിങ്ങൾക്ക് വന്ന് ഭവിക്കും. മഞ്ഞക്കിളിയെ എപ്പോഴും വീടുകളിൽ കാണുവാൻ സാധിക്കണം എന്നില്ല. വളരെ അപൂർവമായി മാത്രമേ കാണുവാൻ സാധിക്കൂ. എന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഈശ്വരാധീനത്തിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മഞ്ഞക്കിളിയെ അതിരാവിലെ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി നേട്ടങ്ങൾക്ക് കാരണമായി തീരുന്നു. ഈശ്വരാധീനത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും സംഭവിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. പ്രധാനമായും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾക്ക് വഴിയൊരുങ്ങാം. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അനുകൂലമായ കാര്യങ്ങൾ കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. കാക്കയെ അതിരാവിലെ തന്നെ കാണുവാൻ സാധിക്കുന്നു എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പിതൃപ്രീതിയാലോ അല്ലെങ്കിൽ സാക്ഷാൽ മഹാലക്ഷ്മി കടാക്ഷത്താലോ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ശുഭ സൂചനകളെ സൂചിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചും ശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു. കാക്ക കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമാണ്. ശുദ്ധജലം കുടിക്കുന്നതായി കാണുകയാണ് എങ്കിൽ ഉയർച്ച, സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെയോ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളിലൂടെ ചില വ്യക്തികളുടെ സഹായത്തോടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം.
രണ്ട് മൈനയെ കാണുന്നതിലൂടെ ആഗ്രഹ സാഫല്യമാണ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങളിലൂടെയും നിങ്ങൾക്ക് ആഗ്രഹ സാഫല്യം വന്നു ചേരും. ആഗ്രഹ സാഫല്യത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങും എന്നർത്ഥമാക്കാം. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു എന്ന വ്യക്തമായ സൂചനയാണ്. ചിത്രശലഭം കറുത്ത നിറത്തിലൊഴിച്ചുള്ള മറ്റ് ചിത്രശലഭങ്ങളെ പകൽ സമയങ്ങളിൽ, പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് തെളിയിച്ചതിന് ശേഷമുള്ള ആ സമയങ്ങളിൽ കാണുകയാണ് എങ്കിൽ, അതിരാവിലെ കാണുകയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ തടസ്സങ്ങളാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ പ്രയാസങ്ങൾക്ക് അറുതി വരുത്തുവാൻ സാധിക്കും എന്നാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. പശുവിനെ കാണുകയാണ് എങ്കിൽ സകല ദേവതാപ്രീതിയും നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും, സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി പശുവിനെ കാണുകയാണ് എങ്കിൽ ഈ ഫലങ്ങൾ വന്നു ചേരാം. തത്തയാണ് എങ്കിൽ സർവ ഐശ്വര്യമാണ് ഫലം. കാരണം മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും പരാമർശിക്കപ്പെടുന്ന ഒരു പക്ഷി തന്നെയാണ് തത്ത. തത്തയെ കാണുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതായ പല കാര്യങ്ങളും അത് ശരിയായ രീതിയിൽ തന്നെ കടന്നു വരും എന്ന സൂചന തന്നെയാണ്. സർവ ഐശ്വര്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. കീരി അപ്രതീക്ഷിതമായ നേട്ടങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായും അനുകൂലമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന സൂചനയാണ്. പല കാര്യങ്ങളിലും പ്രതീക്ഷ വച്ച് ലഭിക്കാതിരിക്കുന്നതായ സാഹചര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു ചേരും. എന്നാൽ വടക്ക് ദിശയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ ഈ ദിശയിൽ കീരിയെ കാണുകയാണ് എങ്കിൽ അത് ഇരട്ടി നേട്ടങ്ങൾ തന്നെയാണ്. ധനപരമായ നേട്ടങ്ങളെ പോലും സൂചിപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. പൂച്ചയാണ് എങ്കിൽ മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന സൂചനയാണ്. പുൽച്ചാടി കാണുകയാണ് എങ്കിൽ, അഥവാ പച്ചക്കുതിരയാണ് എങ്കിലും കാണുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫലമായി വന്നു ചേരുക. പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. ആന മഹാലക്ഷ്മി ദേവി വീടുകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഈശ്വരാധീനത്താൽ മഹാലക്ഷ്മി കടാക്ഷം കൂടി വർദ്ധിച്ചിരിക്കുന്നതിനാൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഇരട്ടിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ധനലാഭമോ സന്തോഷകരമായ നിമിഷമോ അത്തരം കാര്യങ്ങൾ കൂടുതലായും ജീവിതത്തിലേക്ക് വന്നു ചേർന്നു എന്ന് വരാം. ചില വ്യക്തികളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ധനപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാനുള്ള സാധ്യതയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. മത്സ്യത്തെ നിങ്ങൾ, അതായത് ജീവനുള്ള മത്സ്യത്തെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ, അതിരാവിലെ കാണുകയാണ് എങ്കിൽ വച്ചടി ഉയർച്ചയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. അപ്രതീക്ഷിതമായി ഇപ്രകാരം കാണുകയാണ് എങ്കിൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു സൂചന കൂടിയാണ്. എന്നാൽ ഇപ്രകാരം കാണുന്നത് വച്ചടി ഉയർച്ചയെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാകുന്നു. ആമയാണ് എങ്കിൽ വാഹനഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതിനാൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചതോ അപ്രതീക്ഷിതമായ കാര്യങ്ങളോ കടന്നു വരും എന്ന് തന്നെ അർത്ഥമാക്കാം. വീടുകളിൽ കറുത്ത ഉറുമ്പിനെ ഈ സമയം നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന സന്തോഷകരമായ നിമിഷങ്ങളുടെ സൂചനയാണ്. മനസ്സിന് സന്തോഷം പകരുന്നതായ പലവിധ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നർത്ഥമാക്കാം. അപ്രതീക്ഷിതമായി തന്നെ ചില വ്യക്തികളിൽ നിന്നും ഇത്തരം പെരുമാറ്റങ്ങൾ കടന്ന് വരാവുന്നതാണ്. അവഗണനകൾ അനുഭവിക്കുന്നു, വിഷമതകൾ അനുഭവിക്കുന്നു എങ്കിൽ പോലും അതിൽ ഒരല്പം കാഠിന്യം കുറയ്ക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ ലക്ഷണങ്ങൾ കാണുന്നത് ശുഭം തന്നെയാണ്. കാരണം ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ വീടുകളിൽ
കാണുന്നതായ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ തന്നെയാണ് ഇവ. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൂടുതലായും സംഭവിക്കും.